ഇവിടെ ഇപ്പൊ ഇന്ന് ഷിപ്പ് വന്നിക്കാണ് ജെട്ടിയില്. കവരത്തിക്കുള്ള ഇയാളെ നമ്മളെ ചാമ്പി പോവാണ്. അതില് കവരത്തിന്നല്ല അകത്തിന്ന് കവരത്തിക്കുള്ള ഷിപ്പാണ് വന്നിക്കണത്. എവിടെ ഇപ്പോ ഷിപ്പ് കാണിച്ചു തരാം ഞങ്ങക്ക്. ഷിപ്പ് 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 ഷിപ്പിന്റെ ഷിപ്പ് ഇവിടുന്ന് അകത്തിന്ന് കവരത്തിക്ക് 2 മണിക്കൂർ യാത്രയാണ്. അതാ ഷിപ്പ്. ആൾക്കാരൊക്കെ പോയി. ഇന്നലെ നമ്മള് മീൻ പിടിക്കാൻ പോയ സ്ഥലമാണത്. ഇന്നലെ അവിടേക്ക് പോയപ്പോ പാസും പോലീസ് ആയിരുന്നില്ല. പക്ഷെ കപ്പൽ വന്നോണ്ട് അവിടെ പോലീസ് പാസും എല്ലാമാണ്. എനിക്കല്ല ഭയങ്കര ആഗ്രഹം ലക്ഷദ്വീപത്തെ മഴ കൊണ്ടുപോകണമെന്ന്. ഞാനും കാസിയും ഒരു ബൈക്കുമേ അമീറും മുസ്തഫയും. അപ്പൊ നമ്മള് കൽപ്പെട്ടി അല്ലേ, കൽപ്പെട്ടി ദ്വീപിലേക്ക് പോവാണ് മറ്റേ ഗ്ലാസ് ബോട്ടില്. അപ്പൊ മഴ കാരണം മുടങ്ങുന്ന വിചാരിച്ചിന്. പക്ഷെ അതൊന്നും വിഷയമല്ല, നമുക്ക് പോവാന്ന് പറഞ്ഞോളാം. പോയോക്കാം. കേട്ടോ പേര് പറയും. നിങ്ങളാണ് കൊണ്ടുപോകണത് നമ്മളെ ഷറഫുദ്ദീൻ കാക്കയാണ് നമ്മളെ ഗ്ലാസ് ബോട്ടിൽ കൽപ്പെട്ടിക്ക് കൊണ്ടുപോകുന്നത്. അപ്പൊ മീങ്ങളെ കാണും നമ്മളെ ഗ്ലാസ് ബോട്ടിന്. ഭാഗ്യം പോലെ അല്ലേ, ആമനെ കാണാം. ഓക്കെ, ഇവിടുന്ന് എത്ര ഉണ്ട് കൽപ്പെട്ടിക്ക്? ആ കാണുന്ന കൽപ്പെട്ടി. എന്നാ പോരും പോവാ. അങ്ങോട്ട് അണച്ചോണ്ടിരിക്കുക. ഞമ്മക്കേ വരുന്ന വഴിക്ക് ബോട്ട് നിർത്തിയിട്ട് ബോട്ടിൽ നിന്ന് ചാടാൻ പറ്റും വെള്ളത്തേക്ക്? ഇവിടുന്നല്ല, കുറച്ചപ്പുറം ദൂരെ തന്നെ. അങ്ങനല്ല, നമുക്ക് ബോട്ടിൽ നിന്ന് ചാടുന്ന വീഡിയോ എടുക്കാനാ. ചാടലാം, പക്ഷെ ഇവിടെ ഒരു മീറ്റർ ആയാൽ ഉണ്ടാവും. ആ ഇല്ലൊരു വൈബിന് മെല്ലെ ചാടിയാൽ മതി. മാക്സിമം ആയോണ്ട് അടുത്ത് നിർത്താം. വെച്ചോ. ഫേമസ് അവിടെ കാസിമിന് ഫാൻസ് ആക്കാൻ തന്നെ അവിടെ ചെന്നത്. കാസിമിനെ ഫോളോ ചെയ്യണേ, കാസിമിന്റെ അക്കൗണ്ട് കൊടുക്കണ്ട്. ഇതാണ് ഗ്ലാസ് ബോട്ട്. ഗ്ലാസ് ഇത് ബോട്ട്. അന്നാ തുടങ്ങി കാമറ തുടങ്ങിക്കോ. അങ്ങോട്ട് ഇരിക്കട്ടെ ഒരു മിനിറ്റ്. സുധിയേ, കൊച്ചിന് മലയാളം അറിയാം. അതില് പോവാനെത്രേ? ഒപ്പാളുണ്ടാവൂല. ഒറ്റക്കട മുട്ടിച്ച് ലൈഫ് ജാക്കറ്റ് പോകണോ? ഈ മുങ്ങാത്ത സ്ഥലത്തേക്ക് അപ്പൊ ലൈഫ് ജാക്കറ്റ് ആവശ്യം. ഇവിടെ നിയമാണല്ലേ. ഈ കൽപ്പെട്ടി ദ്വീപിന് ഒരു ഐതിഹ്യം ഉണ്ട് ഇത്ര. എങ്ങനെയെന്ന് ഞാൻ പറഞ്ഞേക്കാൻ നല്ല കാസിമ പറയാക്കാരം. ആയിക്കോട്ടെ കാസിമ. നിങ്ങളെ പേരെന്തേന്നു? നവാസ്ക പറഞ്ഞുതരും. കൽപ്പെട്ടിന്റെ എന്തോ ബി കുഞ്ഞ് എന്ന് പറഞ്ഞൊരു താത്തൊക്കെ ഉണ്ടായിരുന്ന പണ്ട് ബ്രിട്ടീഷുകാരുടെ കാലത്ത്. അതിന്റെ എന്തോ ഉണ്ട് അവിടെ എത്തിയിട്ട് പറഞ്ഞെന്നാ മതി. ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഉണ്ടായ എന്തോ ഒരു കഥയൊക്കെ ഉണ്ട് ഇത്ര. അങ്ങനെയാണ് ഈ കൽപ്പെട്ടി ദ്വീപ് ഫേമസ് ആയിക്കണത്. മലപ്പുറം നിങ്ങളത് ആമനപ്പ കാണും. അങ്ങോട്ട് പോയല്ലോ. അവനെ കാണാൻ
ലോക്കിന്റെ ആമേട്ടോ ഇതോ ഇത് ചെറിയ സാധനമല്ല. ഞാൻ ചെറിയ വല്ല ആമേനെ മക്കളെ. ഇത് 1.5 മുതലുണ്ട്. എംബാപ്പെ ഇത്ര വലിയ ആമയ്ക്ക് എത്ര ചെറുത് ഇത് കൂടെ ഉണ്ടാവും? മോനെ ക്ലിയർ വെള്ളത്തില്. ഞാൻ ആമന്റെ അടുത്ത് ഇറങ്ങിയിട്ട് സെൽഫി എടുക്കാൻ പറ്റുമോ? അല്ല ഞാൻ മുങ്ങിട്ട് എടുക്കാൻ പറ്റുമോ? എടുക്കട്ടെ എന്നാ. തന്നെ ആമനെ സെൽഫി എടുക്കാനോ? ടോട്ടോയ്സ് വേറെയും ടർട്ടില് വേറെയാണ്. നല്ല സ്പീഡ് ഉണ്ടാവൂലേ? ഗ്ലാസ് ബോട്ട് പരിപാടി. ഈ ആമല്ലാതെ വേറെ എന്തെങ്കിലും കാണും? വാസ്ക ധൈര്യം തന്നിട്ട് ഇവിടെ അറ്റത്തൊക്കെ നിർത്തപ്പോണം. വീണാലും പ്രശ്നമില്ല, ഇവിടെ ഒന്നും മുങ്ങൂല. ഇതൊക്കെ ഒരു മീറ്ററോട് ആണ്. ഏറെക്കുറെ അകത്തിന്നൊരു 10 മിനിറ്റ് ഇല്ലല്ലേ? 10 മിനിറ്റ് വേണ്ട. കൽപ്പട്ടി ദ്വീപിക്ക് ഇവിടെ എന്തൊക്കെ ഐതിഹ്യങ്ങളുണ്ട് മൂപ്പര് അവിടെ എത്തിയിട്ട് പറഞ്ഞുതരാന്ന് പറഞ്ഞിട്ടാണ്. ബ്രിട്ടീഷുകാരുടെ കാലത്തിൽ എന്തൊക്കെ സംഭവങ്ങളാണ്. എന്നെ തള്ളിയിട്ടൊന്നുമില്ല. നമ്മളിത് അവിടെ ദ്വീപിക്ക് എത്തിട്ടോ. ഇവിടെ ഇറങ്ങിയിട്ട് ഇങ്ങനെ നടക്കുക നമ്മള്. ഇവിടുന്ന് കല്ല് ബ്രോ വാ. ചെരുപ്പ് നിർക്കണ്ടല്ലോ. എന്നാ ചെരുപ്പ് എടുത്തോ. ഫോറൻസ് ഇവിടെ ചെരുപ്പ് ഇടാതെ ഇറങ്ങിയാല് ശംഖ് അങ്ങനത്തെ ഒക്കെ ഭയങ്കര കൂർത്തതാക്കാരത്ര. കാല് പൊളിയാൻ ചാൻസ് ഉണ്ട്. നമുക്കേ അങ്ങനെ നടന്നിട്ട് അവിടുന്ന് ഫോട്ടോ അടിക്കണ്ട. മൂന്നാക്കും അവിടുന്ന് കാസിനെ കൊണ്ട് പോയി കടലിന്റെ നടുവിലില്ല മാതിരി. ഓ ഡ്രോണിന്റെ വിഷയാകരം. ട്രൈപോഡ് വന്നില്ല. കൽപ്പെട്ടി ദ്വീപിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മള്. നമ്മളെ തുണിന്ന് അകത്തി ഐലാൻഡ് കൽപ്പെട്ടി. ആന്റീക്ക് സാധനങ്ങളാണ്. കൽപ്പെട്ടി ദ്വീപിലെ ഇരിപ്പിടം. അയ്യോ ഒരു 2 വരും കേട്ടോ അവിടുന്ന്. ഇവിടെ 2-3 വീഡിയോസ് ഒക്കെ കണ്ടോ നമുക്ക്. ഇവിടേക്കുള്ള റൂട്ട് അടിപൊളിയാട്ടോ. ആ ചെറുക്കനെ കുടിച്ചാ ഇത് മറ്റേ
നീലാകാശം പച്ചക്കളത്തെ മാതിരി എനിക്കറിയായിരുന്നു നീ വരുമെന്ന് പറഞ്ഞിട്ട് ഞങ്ങള് വരൂല. നീലാകാശം പച്ചക്കളലില്ലേ, എനിക്കറിയായിരുന്നു നീ വരുമെന്ന് അറിയില്ലേ. വ്യൂസ് എത്തിട്ടോ. വാസിക്ക കൂടുന്ന സ്ഥലം, വിഷയം സ്ഥലം. ഇതില് നമ്മളാ ബി കുഞ്ഞിന്റെ പാറ ഏതാ? ഈ പാറ അല്ലേ? ഈ പാറക്ക് ഒരു ഐതിഹ്യം ഉണ്ട് ഈ കോട്ടക്ക്. എന്താ പറഞ്ഞു വാസ്ക? അഗത്തിയില് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഇംഗ്ലീഷുകാരൊക്കെ ബ്രിട്ടീഷുകാരുടെ ഷിപ്പൊക്കെ വരുന്ന ടൈമായിരുന്നു, ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ്. അപ്പൊ ആ സമയത്ത് നമ്മുടെ അഗത്തിയില് വലിയല്ലം തറവാട് എന്ന് പറഞ്ഞ പേര് കേട്ടൊരു തറവാടുണ്ടായിരുന്നു. ആ തറവാട്ടില് ബീബി എന്ന് പറഞ്ഞൊരു പെണ്ണുണ്ടായിരുന്നു. അന്നത്തെ കാലത്ത് ഈ പൈസക്കാരൊന്നും ഇല്ലാത്തൊരു കാലാവസ്ഥയായിരുന്നു. അന്നത്തെ അവസ്ഥയിൽ ഈ പെണ്ണ് മാത്രമാണ് ഇവിടെ ദ്വീപില് സ്വർണവും പണ്ടവും ഒക്കെ കഴുത്തിലൊക്കെ ധരിച്ചു കിടക്കുന്നത്. ഒരു സമയത്ത് ഇവർ വന്ന ടൈമിൽ, ഇവരുടെ ഷിപ്പ് വന്ന ടൈമില് ഈ പെണ്ണിന്റെ കൈത്തലും കാതലും ഒക്കെ സ്വർണ്ണമൊക്കെ പിടിച്ചു പറിക്കാൻ ഇവര് ഇംഗ്ലീഷുകാർ നോക്കിയെന്നത്. ഈ പെണ്ണ് അത് കണ്ട് പേടിച്ചിട്ട് അകത്തിയുടെ എയർപോർട്ടിന്റെ എൻഡിന്ന് ഈ കൽപ്പറ്റി ഐലൻഡിലേക്ക് നടന്നു വന്നു. ഈ കാണുന്ന ഗുഹ ഒളിച്ചിരുന്നു എന്നാ പറയുന്നത്. പണ്ടുള്ള ആൾക്കാർ പറയുന്നതാണ്. ഇതിനകത്ത് ഒളിച്ചിരുന്നു, അതിനുശേഷം ആരും കണ്ടില്ല. ആ പെണ്ണ് ജീവനോട് തിരിച്ചു വന്ന പല ഐതിഹ്യങ്ങളുണ്ട്. ആ പെണ്ണിന്റെ ഓർമ്മയ്ക്കായിട്ട് അന്നുള്ള ആൾക്കാർ ഈ പാറക്ക് പേര് കൊടുത്തു. ബീബിയുടെ ഓർമ്മയ്ക്കായിട്ട് ബി കുഞ്ഞി പാറ എന്ന് പറഞ്ഞിട്ട് ഈ പാറക്ക് പേര് കൊടുത്തു. വർഷത്തിലൊരു വർഷം നമ്മുടെ അകത്തിയില് മണ്ണ് കയറി 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 അടഞ്ഞു കയറി. നമ്മള് അവിടുന്ന് നമ്മള് ബി കുഞ്ഞുപാറന്റെ ഉള്ള് എങ്ങനെ കാണിച്ചു തരാം. ഇത് ഇപ്പൊ മണ്ണ് കേറിയിട്ടാണ്, അല്ലെങ്കിൽ ഇതാ ഇതിന്റെ അടിയിക്ക് ഉള്ളിക്ക് കുറെ സ്ഥലം ഉണ്ടായിരുന്നു ഇത്ര. ഇപ്പൊ മണ്ണ് കേറി അടിഞ്ഞിട്ടാണ് ഇങ്ങനെ, അല്ലെങ്കിൽ ഉള്ളിക്ക് കുറെ സ്ഥലമുണ്ട്. നല്ലോണം പോരെ, നല്ലോണം പോരെ. ഇത് നിങ്ങൾ വിചാരിക്കും പോക്കുണ്ടാക്കിയാണെന്ന്? ഒരു പങ്കുമില്ല. ഇവിടെ ലക്ഷദ്വീപില് 30 സംതിങ് ദ്വീപുണ്ട്. അതില് 10 ആൾ താമസമുള്ളൂ. അപ്പോ ഇത് ഇന്ത്യ ഗവൺമെന്റ് വെക്കണ ഇതാണ്, ഇതാ കൽപ്പെട്ടി എന്ന് പറഞ്ഞിട്ട്. ഇവിടെ ആൾ താമസം ഇല്ലാത്തതുകൊണ്ട് ഇത് ഇന്ത്യ ഗവൺമെന്റിന്റെ കീഴിലുള്ളതാണെന്ന് അറിയിക്കാനുള്ളൊരു സിമ്പലാണിത് അല്ലേ. മുകളിൽ പേര് കൽപ്പറ്റി. ഇവിടെ ആൾ താമസം ഇല്ലാത്ത ദ്വീപുകളിലൊക്കെ കൽപ്പട്ടി ഉണ്ടാവും. ലക്കദ്വീപ്സ് എന്നാ ശരിക്കും ലക്ഷദ്വീപിന്റെ ആദ്യത്തെ പേരാണ് ലക്കദ്വീപ്സ്. ഇന്ത്യൻ യൂണിയൻ ടെറിട്ടറി ഓഫ് ലക്കദ്വീപ്സ്. സ്ഥലത്ത് അതിൽ ജനവാസമുള്ള 10 ദ്വീപിൽ മാത്രമാണ്. മൊത്തത്തിൽ 36 ദ്വീപുകളുണ്ട്. ഇത് ജനവാസമുള്ള 10 ദ്വീപിൽ മാത്രമാണ്. ജനവാസം ഇല്ലാത്ത എല്ലാ ദ്വീപിലും ഇതുപോലെ ഒരു ലാൻഡ്മാർക്ക് ഗവൺമെന്റ് ഉണ്ടാക്കിയിരിക്കുകയാണ്. അത് നമ്മുടെ ഇന്ത്യ ഗവൺമെന്റ് താഴെയുള്ള ദ്വീപുകളെന്ന് അറിയാൻ വേണ്ടി ജസ്റ്റ് ഒരു ലാൻഡ്മാർക്ക് മാത്രമാണ് ഇത്. കടലിന്റെ നടുവ് കൂടെയൊക്കെ നടക്കുന്നത്. ഇതൊക്കെ ലക്ഷദ്വീപില് പറ്റുണ്ടാവുള്ളൂ. കണ്ടില്ലേ, ഇവിടെ കടല്, അവിടെ കടല്, അവിടെയും കടൽ, ഇവിടെയും കടൽ. ആകെ വിഷയം. ആ ഒരു ഫീല് നീല വള്ളത്തിൽ ഇങ്ങനെ ഇപ്പൊ കൊറേ കാലമായിട്ട് ബോട്ട് ഓടിക്കണം ഭയങ്കര ആഗ്രഹം. അതേപോലെ ഓക്കെ. അപ്പൊ ഒത്തിരി നല്ല നമ്മളൊപ്പം നമ്മള് പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ നല്ല രീതിയിൽ നിന്നെ ഷറഫുദ്ദീനിക്ക് നവാസിയാണ്. ഞാൻ നമ്പർ മേടിച്ചിട്ട് നമ്മളെ വീഡിയോന്റെ അടിയിൽ ഇടുന്നുണ്ട്. ഇനി നിങ്ങൾ ആരെങ്കിലും ഫാമിലി ആയിട്ട് എന്തെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്താൽ മതി. ഫുൾ സപ്പോർട്ടാണ് നമുക്ക്. കടലിലെ നടുവ് ചാടുന്ന പറഞ്ഞാൽ ചാടും.
ഒരു സപ്പോർട്ട്. അസ്സലാമലൈക്കും. ഇൻഷാ അല്ലാഹ് ഇനി വരാണെന്നുണ്ടെങ്കിൽ കാണാം. ഇൻഷാ അല്ലാഹ്. അപ്പൊ എന്തായാലും നിങ്ങള് ഇവിടെ വരാന്നുണ്ടെങ്കിൽ ഈ ഗ്ലാസ് ബോട്ട് നിങ്ങളെ പാക്കേജിൽ ഉണ്ടാവും. അപ്പോ അതിൽ പോവാ. ആ കൽപ്പട്ടി ദ്വീപ് മസ്റ്റ് വിസിറ്റ് ആണ്. പിന്നെ ആമകളെ കാണലും. പിന്നെ പറ്റുകയാണെന്നുണ്ടെങ്കിൽ കടലിന്റെ നടുന്ന് ചാടും ചെയ്യാം. നമ്മള് ഇനി നമ്മളെ കടയിൽ തന്നെ വന്നിക്കാണ്. സ്റ്റാഫുകൾ മാറിയിട്ടുണ്ട്. നാട്ടില് ഒരു പണി എടുക്കൂല. പക്ഷെ കേരളം വിട്ട രണ്ട് വാക്ക് നിങ്ങൾ പറയണം. നിങ്ങൾ പൊളിയാ. നിങ്ങൾ ലക്ഷദ്വീപിൽ പലരും വന്നു പോയി. പക്ഷെ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ടീമിനെ കാണുന്നില്ല. ഇവിടെ കടയിൽ പണിക്കരിക്കുക ഞങ്ങള് പട്ടിപ്പൺ ഒന്ന് ബസ്സെടുത്ത് അമീർ കുടുങ്ങി. ജ്യൂസ് അടിക്കാതെ ഞാൻ മിന്റിലേയും അടിച്ചു. അത് കുടിച്ചു. ബ്ലൂ മൊജീത്ത് അടിച്ചു. ബ്ലൂ അടിച്ചു. കട്ട്ലറ്റ് ഒക്കെ പൊരിച്ചത് വരാം. പിന്നെ രണ്ടാൾക്കാരെ പഠിച്ചു. ഞാനേ നമ്മളെ ഇതുണ്ടാവില്ലേ ഡിങ്കും മിങ്കും ഒരു പണിക്കും പോകാതെ എങ്ങനെ ഇരിക്കണേ അങ്ങനത്തെ ഒരു രണ്ടെണ്ണത്തിന് ഞാൻ കാണിച്ചു തരാം. ഇവിടെ രണ്ട്